ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള എന്നാൽ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പ്രചാരത്തിലില്ലാത്ത ഒരു ഈസി ടേസ്റ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ സ്നാക്കിൻ്റെ പേരാണ് സ്കോൺസ്. ഇതൊരു ബ്രിട്ടീഷ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓവനിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമുക്കിത് സ്റ്റൗ ടോപ്പിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് 2 കപ്പ് മൈദ, ഉപ്പില്ലാത്ത ബട്ടർ 1/4 കപ്പ് അല്ലെങ്കിൽ 50 ഗ്രാം, പിന്നെ 3 ടേബിൾ സ്പൂൺ, അതായത് ഏകദേശം ഒരു 50 ഗ്രാം പഞ്ചസാര വേണം. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുമായിരിക്കും നല്ലത്. തണുത്ത പാൽ 140 മില്ലി, അതായത് ഏകദേശം ഒരു 1/2 കപ്പും പിന്നെ അതിൻ്റെ കൂടെ ഒരു 1-2 ടേബിൾ സ്പൂണും കൂടി പാൽ വേണം. നല്ല കൊഴുപ്പുള്ള പാൽ തന്നെ എടുക്കുമായിരിക്കും കൂടുതലും നല്ലത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ആദ്യം തന്നെ ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ല തണുപ്പുള്ളതായിരിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ അത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർക്കുമായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ വിരൽ ഉപയോഗിച്ച് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കില്ലേ, അതുപോലെ ബട്ടർ പൊടിയുടെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഇതുപോലെ തിരുമ്മി കൊടുക്കുക. ഇപ്പോൾ ഈ പൊടിയിലേക്ക് ബട്ടർ നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അവസാനം നമുക്ക് നമ്മുടെ റവയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു പരുവ, അത് നമുക്ക് കാണുമ്പോൾ ആ ഒരു ടെക്സ്ചർ നമുക്ക് തോന്നും. ഇപ്പോൾ ബട്ടർ ഇതിലേക്ക് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇതിലേക്ക് ഇനി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ നടുവിലൊരു കുഴിവുണ്ടാക്കാം. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇത് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാടങ്ങ് കുഴയ്ക്കാൻ പാടില്ല. സാവധാനം ഇത് ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മൾ ഒത്തിരി നേരം കുഴച്ചാൽ സ്കോൺസ് ഒരു നല്ല ടെക്സ്ചർ കിട്ടില്ല, ഒരുപാടങ്ങ് ടഫായി പോകും. ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇതെല്ലാം ഒന്നിച്ചായിട്ടുണ്ട്. ഒരുപാട് ഞാൻ കുഴച്ച് കൊടുത്തിട്ടില്ല, നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുഴച്ചെടുത്ത മാവ് ഒരു പൊടി വിതറിയ പ്രതലത്തിലേക്ക് മാറ്റുക. എന്നിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ടേൺ ചെയ്ത് ഇത് ഒരുവിധം ഒന്ന് സ്മൂത്താക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കോലും കൊണ്ട് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കോലിലും കുറച്ച് പൊടി തൂത്ത് കൊടുത്താൽ നല്ലതാണ്. എന്നിട്ട് ഇത് ഏകദേശം 1 ഇഞ്ച് കനത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ ഉപയോഗിച്ചിട്ട് നമുക്കിത് മുറിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പുള്ള കുക്കി കട്ടറാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് ഓരോ തവണയും മുറിക്കുന്നതിന് മുമ്പ് കുറച്ച് പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. ഇതിങ്ങനെ മുറിച്ചിട്ട് ബട്ടർ പേപ്പർ വിരിച്ച് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ബാക്കി വന്നിരിക്കുന്ന മാവും ഒരുമിച്ചാക്കിയ ശേഷം ഒന്നുകൂടി പരത്താം.
ഇത് വീണ്ടും മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുഴുവൻ മാവ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. സാധാരണ സ്കോൺസ് എന്ന് പറയുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പാണ്. പിന്നെ ചിലർ ഇത് ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ മുറിച്ചെടുത്തും ബേക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാനായിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ കുറച്ച് പാലും അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം. ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ് 200 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി ഇത് ബേക്ക് ചെയ്യുമ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 25 തൊട്ട് 28 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. നടുവിലത്തെ റാക്കിയിൽ വെച്ച് ബേക്ക് ചെയ്യണം. മുകളിൽ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്ന അത്ര നേരം ബേക്ക് ചെയ്തെടുക്കുക. സ്റ്റൗ ടോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തത് ഫ്രൈയിങ് പാനിലാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആദ്യം നന്നായിട്ട് ചൂടാക്കിയ ശേഷം കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഓരോ സ്കോൺസും അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്യണം. അപ്പോഴേക്കും നല്ല ചൂടോട്ടിയുള്ള പാൻ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും 2 വശം നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും. നല്ല ടോപ്പൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു വിള്ളൽ പോലെ കാണും. അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കിനി നടുവിലായിട്ട് കുറച്ച് ജാമും പിന്നെ കുറച്ച് ക്രീമോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി ജാമാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വിപ്പ് ചെയ്ത ക്രീമും ഉണ്ട്, അതും കൂടി ചേർത്ത് നമുക്കിത് വിളമ്പാവുന്നതാണ്. ചായയുടെ കാപ്പിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമല്ലേ? നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും തീർച്ചയായിട്ടും. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സ് കിച്ചൻ്റെ പാചകം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.